WTC ഫൈനൽ എന്തായാലും നാളെയാണ് ആരംഭിക്കുന്നത്. സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ആസ്ട്രേലിയ. മൈറ്റി ആസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യമുള്ളൂ സൗത്ത് ആഫ്രിക്കയുടെ അടുത്ത്. ഈ പ്രാവശ്യം RCB കന്നിക്കിരീടം നേടി. അതുപോലെ സൗത്ത് ആഫ്രിക്കയെ നിങ്ങൾക്ക് ആസ്ട്രേലിയ തോൽപ്പിക്കാൻ കഴിയുമോ, ഈ പ്രാവശ്യം ഫൈനലിൽ ചോക്കാവാതിരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരേ ഒരു ചോദ്യമുള്ളൂ സൗത്ത് ആഫ്രിക്കയോട് ചോദിക്കാനുള്ളത്. സൗത്ത് ആഫ്രിക്കയുടെ റെക്കോർഡൊക്കെ നമുക്കറിയാം. സെമിയിൽ വരും, ഫൈനലിൽ വരും, അവിടെ ചോക്കാവുന്ന ഒരു സാഹചര്യം. ഈസിയായിട്ട് എതിർ ടീമിന് കപ്പ് കൊണ്ട് കൊടുക്കുന്ന ഒരു ടീമായിട്ടാണ് സൗത്ത് ആഫ്രിക്ക കുറേ നാളുകളായിട്ട് അറിയപ്പെടുന്നത്. ആദ്യമായിട്ട് ICC ട്രോഫി ജയിക്കുന്നത് 1998-ലാണ്. അത് കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഒരു കപ്പ് അടിക്കാൻ എന്തായാലും സൗത്ത് ആഫ്രിക്കയ്ക്ക് കഴിഞ്ഞിട്ടേ ഇല്ലെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം നോക്കിയാൽ മതി, ബാർബഡോസിൽ ഇന്ത്യക്കെതിരെ പരാജയപ്പെടുന്നു. വെറും 30 റൺസ് മതി, 30 ബോളിൽ 30 റൺസ് മതി, 5 വിക്കറ്റ് കയ്യിലുണ്ട്. ബുംറ, ഹാർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ് ഇന്ത്യക്ക് വേണ്ടി വിജയിപ്പിക്കുന്നു. അവിടെയും ചോക്കാവാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് കഴിഞ്ഞു. ഈ പ്രാവശ്യം സൗത്ത് ആഫ്രിക്കയ്ക്ക് ജയിക്കാൻ കഴിയുമോ, മൈറ്റി ആസ്ട്രേലിയയെ തോൽപ്പിക്കാൻ കഴിയുമോ എന്നാണ് നോക്കിക്കാണുന്നത്. ആസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം 2023 വേൾഡ് കപ്പ്, 2023 WTC നോക്കുകയാണെങ്കിൽ 2025 WTC ഫൈനലിൽ പിന്നെയും വരുവാണ്. സൗത്ത് ആഫ്രിക്ക ആയതുകൊണ്ട് എല്ലാവർക്കും പിന്നെ ഒരു ഡൗട്ടാണ്, 2025 ആസ്ട്രേലിയ തന്നെ കൊണ്ടുപോകുന്നതാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. എന്തുവാടേ 2023 ഫൈനൽ, WTC ഇതും കൂടെ ജയിക്കുവാണെങ്കിൽ ഒന്നാമത് അഹങ്കാരികളാണ്. ഈ കപ്പും കൂടെ അടിക്കുവാണെങ്കിൽ പിന്നെ പറയാൻ തന്നെ വേണ്ട ആസ്ട്രേലിയയുടെ കാര്യം. പിന്നെ അഹങ്കാരം കുറച്ചും കൂടെ കൂടും. സത്യം പറഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഞാൻ ഉൾപ്പെടെയുള്ളവർ പ്രാർത്ഥിക്കുന്നു, സൗത്ത് ആഫ്രിക്ക എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കണേ, അവർക്കൊരു ആദ്യത്തെ ഒരു കപ്പ് കിട്ടണമെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുന്നത്. എന്തായാലും നല്ലപോലെ കളിക്കുന്നവർ ജയിക്കട്ടെ. സൗത്ത് ആഫ്രിക്ക നല്ലപോലെ കളിക്കുമെങ്കിൽ സൗത്ത് ആഫ്രിക്ക ജയിക്കട്ടെ. ഇനി ആസ്ട്രേലിയ ആണ് കളിക്കുന്നതെങ്കിൽ ആസ്ട്രേലിയയും ജയിക്കട്ടെ. പിന്നെ എന്നാ പറയാൻ പറ്റും. സൗത്ത് ആഫ്രിക്കയുടെ ഈ പ്രാവശ്യം നോക്കുമ്പോൾ ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അതിൽ ഒന്നാമതായിട്ട് ലാസ്റ്റ് 7 കളികളാണ് അവർ അടുപ്പിച്ച് ജയിച്ചത്. 7 കളികളാണ് ടെസ്റ്റിൽ സൗത്ത് ആഫ്രിക്ക അടുപ്പിച്ച് ജയിക്കുന്നത്. അതിൽ നിർണായകമായ ഒരു കളി എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക ബംഗ്ലാദേശിൽ പോയി ബംഗ്ലാദേശിൻ്റെ 2 കളിയും പരാജയപ്പെടുത്തി. സോ അതൊരു നിർണായകമായിരുന്നു പറഞ്ഞിരിക്കുന്നു. ഇന്ത്യ WTC ഫൈനലിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള മെയിൻ കാരണം ആ 2 മത്സരങ്ങൾ ജയിച്ചതാണ്. ഇന്ത്യ ഡിസർവ് അല്ലായിരുന്നു, ഇന്ത്യയുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. സോ ഡിസർവ് ആയ 2 ടീം തന്നെയാണ് ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും. അവർ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു, അവർ ഫൈനലിലെത്തി. സോ സൗത്ത് ആഫ്രിക്കയുടെ നോക്കുവാണെങ്കിൽ നല്ലൊരു പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ ടീം ബാവുമയുടെ നേതൃത്വത്തിൽ അവർ ഒരു ടെസ്റ്റ് പോലും തോറ്റിട്ടില്ല എന്നുള്ളത് അവർക്കൊരു പോസിറ്റീവാണ്. ബാവുമ ടെസ്റ്റ് ക്യാപ്റ്റനായി കളിച്ച ഒരു കളിയിൽ പോലും സൗത്ത് ആഫ്രിക്ക തോറ്റിട്ടില്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ഘടകമാണ്. സോ ആ ഒരു ഘടകം നാളെ അവർക്ക് അനുകൂലമാകുന്നു എന്ന് നമുക്ക് കണ്ടറിയാം. മത്സരം നടക്കുന്ന ലോഡ്സിൽ വെച്ചാണ്. നിങ്ങൾക്ക് മത്സരം കാണണമെങ്കിൽ സ്റ്റാർ സ്പോർട്സിനകത്തും ജിയോ സ്റ്റാറിനകത്തും മത്സരം നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്ക് ലോഡ്സ് ഗ്രൗണ്ടിനെ കുറിച്ച് പരിശോധിച്ച് നോക്കാം. ലാസ്റ്റ് 13 മത്സരങ്ങൾ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നവർക്കാണോ അവിടെ മുൻഗണന, അതോ രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്കാണോ അവിടെ മുൻഗണനയെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ലാസ്റ്റ് 13 മത്സരങ്ങളുടെ റെക്കോർഡാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ലാസ്റ്റ് 13 കളി നോക്കുവാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം 4 പ്രാവശ്യം വിജയിച്ചു, രണ്ടാമത് ബാറ്റ് ചെയ്ത ടീം 7 പ്രാവശ്യം വിജയിച്ചു, 2 കളി ഡ്രോ ആയിട്ടുണ്ട്. സോ നോക്കുവാണെങ്കിൽ സെക്കൻഡ് ബാറ്റിംഗ് ആണ് അവിടെ അല്പം ബെറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം ലോഡ്സിലെ ഫസ്റ്റ് ഡേയിലെ സ്കോർ നോക്കിയാലോ, ഫസ്റ്റ് ഡേയിൽ 244 റൺസാണ്, സെക്കൻഡ് ഡേ ആകുമ്പോഴത്തേന് 361 റൺസും, തേർഡ് ഡേയിൽ 265 റൺസും, ഫോർത്ത് ഡേ ആകുമ്പോഴത്തേന് 241 റൺസുമാണ് ലോഡ്സിലെ ഒരു ആവറേജ് സ്കോർ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് മനസ്സിലാവും ആദ്യത്തെ ദിവസം വളരെ ടഫായിരിക്കും ബാറ്റ് ചെയ്യാൻ വേണ്ടി. പ്രത്യേകിച്ച് ജോഷ് ഹേസിൽവുഡിനെ, റവാഡയും കൂട്ടുള്ള ബോളർമാർ ഹിറ്റ് ദ ഡെക്ക് ഹാർഡ്, ഒരു പർട്ടിക്കുലർ ഏരിയ തന്നെ ഹിറ്റ് ചെയ്ത് ബോൾ ചെയ്യുവാണെങ്കിൽ വിക്കറ്റ് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അവിടെ സീമും സിങ്ങും കിട്ടും. അതുപോലെ തന്നെ സ്ലൈഡ് കിട്ടുന്ന ഒരു പിച്ചാണ്, നല്ല രീതിയിൽ അവിടെ ബോൾ സ്ലൈഡ് ചെയ്യാറുണ്ട്. സോ പാറ്റ് കമ്മിൻസിനെ കൂട്ടും, ജോഷ് ഹേസിൽവുഡിനെ കൂട്ടും, റവാഡയും കൂട്ടുള്ള ബോളർമാരൊക്കെ അവിടെ നിർണായക ഘടകം തന്നെയാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. സോ സീമും സിങ്ങും കിട്ടുന്ന സാഹചര്യമാണ് അവിടെ. ലാസ്റ്റ് 13 കളി നോക്കുവാണെങ്കിൽ 396 വിക്കറ്റ് ഫാസ്റ്റ് ബോളർമാർ നേടി, സ്പിന്നർമാർ 54 വിക്കറ്റ് നേടി. ലാസ്റ്റ് 13 കളി നോക്കുവാണെങ്കിൽ ആവറേജ് വന്നിട്ട് ഫാസ്റ്റ് ബോളർമാരെ 24-ഉം സ്പിൻ ബോളർമാരെ 42-ഉമാണ്. അതിൽ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസം കാണാൻ കഴിയും. നോക്കുവാണെങ്കിൽ ഫാസ്റ്റ് ബോളർമാരുടെ ഒരു പരദീസ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു ലോഡ്സ്. ഫാസ്റ്റ് ബോളർമാർക്ക് എല്ലാ രീതിയിലും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പിച്ച് തന്നെയാണ് ലോഡ്സിലെ പിച്ച്. സോ ടോസ് കിട്ടുവാണെങ്കിൽ അവിടെ സെക്കൻഡ് ബാറ്റിംഗ് തന്നെ ആയിരിക്കും ബെറ്റർ എന്നാണ് പ്രീവിയസ് മാച്ചസ് പറയുന്നത്. പിന്നെ ടീം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആസ്ട്രേലിയൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഗ്രീൻ തിരിച്ചു വന്നിട്ടുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് തന്നെയാണ്. ഒരു ഓൾറൗണ്ടറാണ്, ബോൾ ചെയ്യാൻ കഴിയും, ബാറ്റ് ചെയ്യാൻ കഴിയും. സോ അതുപോലെ തന്നെ അവരെ വിഷമിപ്പിക്കുന്ന ഒരു ഘടകമാണ് വെബ്സ്റ്ററിനെ നമുക്കറിയാം. ഇന്ത്യക്കെതിരെ നടന്ന സിഡ്നിയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. ആ ഒരു 50+ റണ്ണാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. വെബ്സ്റ്ററോടെ വിക്കറ്റും നേടി, നിർണായകമായി ബാറ്റ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. സോ വെബ്സ്റ്റർ വരുവാണെങ്കിൽ സാം കോൺസ്റ്റാസ് പുറത്തേക്ക് പോകും, ലവുഷേൻ ഓപ്പൺ ചെയ്യുന്നതാണ് കേൾക്കാൻ കഴിയുന്ന വാർത്ത. സോ ഗ്രീനും വെബ്സ്റ്ററും ബോൾ ചെയ്യാൻ കഴിയും, ഒരു ഓൾറൗണ്ടർമാരാണ്. അങ്ങനെയാണെങ്കിൽ ലബുഷേൻ ആയിരിക്കും ഓപ്പൺ ചെയ്യുക.
പിന്നെ നോക്കുവാണെങ്കിൽ ബാറ്റിംഗ് ലൈനപ്പ് നോക്കുകയാണെങ്കിൽ സ്മിത്ത് ഉണ്ട് നമ്പർ 4-ൽ, നമ്പർ 5 നോക്കുവാണെങ്കിൽ ട്രാവസ് ഹെഡ് ഉണ്ട്, അലക്സ് ക്യാരി ഉണ്ട്. സോ ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ സമ്പൂർണ്ണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. പിന്നെ വെബ്സ്റ്റർ നമ്പർ 7-ൽ കളിക്കാം, പിന്നെ അതുപോലെ തന്നെ ഗ്രീനിന് നമ്പർ 3-ലും കളിക്കാം. സോ കവാജിയുടെ കൂടെ ലബുഷേനായിരിക്കാം ഓപ്പൺ ചെയ്യാൻ ചാൻസ്. പിന്നെ ബോളിംഗ് നോക്കുവാണെങ്കിൽ ജോഷ് ഹേസിൽവുഡ്, അവരുടെ ഗോഡ്, കളിച്ച ഒരു ഫൈനൽ പോലും തോറ്റിട്ടില്ല. ഇന്നേ വരെ കളിച്ച ഒരു ഫൈനൽ പോലും തോക്കാത്ത വ്യക്തി. RCB എന്തായാലും ഫൈനൽ ജയിപ്പിച്ചിട്ടാണ് വന്നത്. വേൾഡ് കപ്പ് 2023 ജയിപ്പിച്ചിട്ടാണ് വന്നത്. കളിച്ച എല്ലാ കളിയിലും പുള്ളി ഫൈനൽ ജയിച്ചിട്ടുണ്ട്. പുള്ളി കളിച്ച ഒരു കളി പോലും തോറ്റിട്ടില്ല. സോ ഇഞ്ചറി ഒന്നും അല്ലെങ്കിൽ സ്കോട്ട് ബോളൻറ്റ് പുറത്തിരിക്കേണ്ടതായിട്ട് വരും. പിന്നെ നോക്കുവാണെങ്കിൽ പാറ്റ് കമ്മിൻസ് അവരുടെ ക്യാപ്റ്റൻ, സ്റ്റാർക്ക് ഉണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ സ്പിന്നറായിട്ട് നേതൻ ലയൺ. സോ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ടീം തന്നെയാണ്, നല്ലൊരു ടീം തന്നെയാണ്. 2 ഓൾറൗണ്ടർമാരും ടീമിനകത്തുണ്ട്, ബോൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ 6 ബോളർമാരുമായിട്ട് ഓസ്ട്രേലിയക്ക് ഇറങ്ങാൻ കഴിയും. സോ നോക്കുവാണെങ്കിൽ ഒരു സ്ട്രോങ് ടീം തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നു ഓസ്ട്രേലിയ. സൗത്ത് ആഫ്രിക്കയിലോട്ട് വരുവാണെങ്കിൽ മാക്രോ ഉണ്ട്, താരതമ്യേന എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറാണ്. IPL നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. അതുപോലെ തന്നെ ബാബുമ അവരുടെ ക്യാപ്റ്റൻ നല്ലൊരു പ്ലെയർ തന്നെയാണ്, ഒരു സംശയമില്ല. ടെസ്റ്റിൽ നല്ലൊരു പെർഫോമൻസ് പുള്ളി കാഴ്ചവെക്കാറുണ്ട്. അതുപോലെ തന്നെ റിക്കൾട്ടൺ ഉണ്ട്, സ്റ്റബ്സ് ഉണ്ട്, ബെഡ്ഗാം ഉണ്ട്. സോ നോക്കുവാണെങ്കിൽ ബാറ്റിംഗ് ലൈനപ്പ് എക്സ്പീരിയൻസും ഇൻഎക്സ്പീരിയൻസുമായിട്ടുള്ളൊരു ബാറ്റിംഗ് ലൈനപ്പാണ്. വലിയ കുഴപ്പമില്ല, തരക്കേടില്ലാത്ത ബാറ്റിംഗ് ലൈനപ്പ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഓൾറൗണ്ടർമാരും ഉണ്ട് അവരുടെ ടീമിൽ, ബോഷ് ഉണ്ട്, മുൾഡർ ഉണ്ട്. സോ ഓൾറൗണ്ടർമാരും ഉണ്ട്, ബാറ്റിംഗ് ഉണ്ട്, എക്സ്പീരിയൻസ് ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പ്, ഓൾറൗണ്ടർമാരുള്ള നല്ലൊരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ബോളർമാർ പരിശോധിക്കുകയാണെങ്കിൽ റബാഡ നമുക്കറിയാം നല്ലൊരു ബോളറാണ്. അതുപോലെ തന്നെ മാർക്കോ ജെയ്സൺ ഉണ്ട്. പിന്നെ ലുങ്കി നിങ്കടി കളിക്കുമോ പാട്രിസൺ കളിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് അവർക്കൊരു സംശയം. ലുങ്കി നിങ്കടിയെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റിൽ അത്ര നല്ലൊരു ബോളറല്ല. പാട്രിസനെ സംബന്ധിച്ചിടത്തോളം സമീപത്തിലെ ഫോം നല്ലൊരു പോസിറ്റീവ് ഘടകം തന്നെയാണ് ടീമിലേക്ക് വരാൻ. സോ ലുങ്കി നിങ്കടി ചിലപ്പം പുറത്തേക്ക് പോകാം, പാട്രിസനെ ആയിരിക്കും ടീമിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ്. പിന്നെ നോക്കുവാണെങ്കിൽ കേശവ് മഹാരാജും ഉണ്ട്. ഒരു വിധം നോക്കുവാണെങ്കിൽ നല്ലൊരു ടീം തന്നെയെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. നല്ലൊരു മത്സരം നമുക്ക് കാണാൻ കഴിയട്ടെ. ഏകപക്ഷീയമായിട്ട് എന്തായാലും ഓസ്ട്രേലിയ ജയിക്കാതിരിക്കട്ടെ, നല്ലൊരു ഫൈറ്റെങ്കിലും സൗത്ത് ആഫ്രിക്ക കാഴ്ചവെക്കട്ടെ. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക് എന്തായാലും ഈ കപ്പ് കിട്ടട്ടെ എന്ന്. ഞാനൊരു ഓസ്ട്രേലിയ വിരോധിയും കൂടാണ്, അതുകൊണ്ടായിരിക്കാം.